അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തും എടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ബീട്രൂട്ട് ഒന്ന് നല്ലോണം കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് വാങ്ങുമ്പോൾ വാടിയ ബീട്രൂട്ടൊന്നും വാങ്ങാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങുക. ഇനി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ തുണിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ടെടുക്കാം. നമ്മൾ വലിയ അരിപ്പയിൽ കൂടെ അരിക്കരുത്. ആദ്യത്തെ ഒരു പ്രാവശ്യം വലിയ ഹോളുള്ള അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് വീണ്ടും ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ഒട്ടും തന്നെ ഇതിൽ തരികൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ തുണിയിൽ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. എല്ലാം കൂടി ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കുക. അതാ മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതിലുള്ള ആ കൊത്തുണ്ടല്ലോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോരനൊക്കെ വെക്കാനൊക്കെ എടുക്കാം. ഒട്ടും തന്നെ ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇല്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അരിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമാണ്. അതും ബീട്രൂട്ട് വെച്ചിട്ട്. അപ്പോൾ ചുണ്ടുകൾ ഈർപ്പമായി നിലനിർത്താനുള്ള മികച്ച മാർഗ്ഗമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. എന്നാൽ കടകളിൽ നിന്നും മേടിക്കുന്ന ലിപ് ബാമുകൾ പലപ്പോഴും നല്ലതൊന്നും ആവില്ല. അതിൽ പലതരത്തിലുള്ള രാസവസ്തുക്കളെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ലിപ് ബാം ഇതുപോലെ ബീട്രൂട്ട് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലിപ് ബാം സത്യത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ട് ചുവക്കുകയല്ല ചെയ്യുന്നത്, കറുത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുണ്ട് അമിതമായി വരണ്ടു പോവുകയും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ചുവന്ന ചുണ്ടുകൾ ലഭിക്കാനും അതുപോലെ ചുണ്ടുകളെ നല്ലതുപോലെ മോയ്സ്ചർ ചെയ്യുന്നതുമായ ലിപ് ബാം നമുക്ക് ഇതുപോലെ ബീട്രൂട്ട് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ രാസവസ്തുക്കളൊന്നും തന്നെ ചേർക്കാതെ പ്രകൃതിദത്തമായ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല കളറിലുള്ള ലിപ് ബാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഒന്ന് വറ്റിച്ചെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രയാസമൊന്നുമില്ല. ബീട്രൂട്ട് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടും വാങ്ങുക. അതുപോലെ തന്നെ നല്ല കളറുള്ള ബീട്രൂട്ടും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ നല്ല കളർ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അംശം മുഴുവനും ഒന്ന് മാറി വറ്റി വരണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് ഒന്നുകൂടി അടിച്ചിട്ട് വീണ്ടും നമ്മൾ തുണിയിലിട്ട് മുറുക്കി പിഴിഞ്ഞ് അരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് വറ്റി വരാനായിട്ട്. ഇത് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം കുറച്ച് വെക്കണ്ട. മഞ്ഞക്കുള്ള സമയത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി വീണ്ടും കീറുന്നൊക്കെ സമയത്ത് ഇതുപോലെ ലിപ് ബാം ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ടിന് നല്ല കളറൊക്കെ വെക്കുകയും ചെയ്യും. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലല്ലോ.
തികച്ചും നാച്ചുറൽ അല്ലേ. സൈഡിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. ഇത് വറ്റി വരുംതോറും ഇതിൻ്റെ കളറും കൂടി കൂടി വരും. നമ്മളിത് ചുണ്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലിപ് ബാം എന്ന് പറയില്ല, അത് ലിപ്സ്റ്റിക് ആണെന്നേ പറയുള്ളൂ. ഇത് കണ്ടിട്ട് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറ്റട്ടെ. ഈ വെള്ളത്തിൻ്റെ അംശം മുഴുവനും ഒന്ന് മാറി കിട്ടണം. നമുക്കൊന്ന് തൊട്ട് ഇടാനുള്ളതല്ലേ, ഒരുപാട് അങ്ങ് വറ്റി ഡ്രൈ ആയി പോകരുത്, ചെറിയൊരു രീതിയിൽ വറ്റിച്ചെടുക്കാം. ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടിട്ട് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഇനി ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം. ഇപ്പം ഇതിൻ്റെ ചൂട് പകുതി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഫ്ലെയിം ഓഫാക്കിയിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇച്ചിരിയേ ഉള്ളൂ നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തപ്പോൾ കിട്ടിയത്. ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. തേന് നിർബന്ധമില്ല, തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല കളറിൽ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ ഡപ്പിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല ചുമന്ന കളറിൽ ഇതാ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഡബ്ബ ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ലിപ് ബാം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കമഴ്ത്തി ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ് പോയില്ല. അപ്പോൾ നല്ലോണം ഇതാ സെറ്റായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന ലിപ് ബാമിനേക്കാളും 1000 മടങ്ങ് നല്ലതാണ് ഈ വീട്ടിൽ തയ്യാറാക്കുന്ന ലിപ് ബാം. ഇതിൽ നമുക്ക് ഒരു കെമിക്കൽസോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഇപ്പം നല്ല കളറൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു രാസവസ്തുക്കളും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ ബട്ടർ ചേർത്തത് കൊണ്ട് നല്ല ഗ്ലേസിങ്ങും ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഈ ലിപ് ബാം വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്